നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഗ്രാവിമെട്രിക് അനാലിസിസിനെ പറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. റിമെമ്പർ ഗ്രാവിമെട്രി ഓർ ഗ്രാവിമെട്രിക് അനാലിസിസ്. ഗ്രാവിമെട്രിക് അനാലിസിന് പല മെത്തേഡുകളുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം പ്രധാന മെത്തേഡ്, അതായത് നമുക്ക് പഠിക്കേണ്ട മെത്തേഡ്, അതേപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റാണ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ മെത്തേഡാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു പ്രസിപ്പിറ്റേഷൻ മെത്തേഡ്. In precipitation method, the analyte എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? The concentration of which species is determined, that species is called a analyte. In a quantitative analysis, we determine the concentration of a particular species. And such species are the analyte in that experiment. Estimate the mass of oxalic acid in the given solution. Oxalic acid is the analyte. Estimate the mass of iron in the solution, iron is the analyte. But in gravimetric analysis or in the precipitation method of gravimetric analysis or gravimetry, we can see that the analyte, which is usually present in a solution, of course, is converted into an insoluble precipitate, or it is precipitated as an insoluble substance, and that precipitate is collected by filtration. And the collected precipitate is washed and dried. Suppose you are given a beaker containing little solution of, say, barium chloride, and you are asked to estimate the amount of barium in that solution. What we do is, we add the required quantity of a sulfuric acid, dilute sulfuric acid to it. Then what happens? Say barium gets precipitated as a barium sulfate. And since the solubility of barium sulfate is extremely low, very low, we can say that the whole of the barium in the solution is precipitated as a barium sulfate. Barium chloride solution clear ആയിരിക്കും. സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ ബേരിയം സൾഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. മാത്രമല്ല അതിലുള്ള ബേരിയത്തിന് 100% പ്രാക്ടിക്കലി 100% എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 99.98%, വളരെ കുറച്ച് മാത്രം ബേരിയം സൾഫേറ്റ് സോളിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ബേരിയവും ബേരിയം സൾഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താവും, ഇതിൽ കുറെ സോൾട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ബേരിയം സൾഫേറ്റ്. ഓക്കെ, now it is a filtered suitable process ഉപയോഗിച്ച് നമ്മൾ അരിച്ചെടുക്കുക. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൊല്യൂഷനും ഒഴിവാക്കിയിട്ട് സോൾട്ട് മാത്രമേ കളക്ട് ചെയ്യുക. അതിനുശേഷം അതിനെ വാഷ് ചെയ്ത് നല്ല പ്യുവർ ആക്കുക. അതിനുശേഷം അതിനെ കംപ്ലീറ്റ് വാട്ടറൊക്കെ പോകാൻ വേണ്ടി ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്ത് കിട്ടുന്ന സോളിഡ് ഡ്രൈ ബേരിയം സൾഫേറ്റിന്റെ വെയിറ്റ് എത്രയാണോ വെയിറ്റ് കണ്ടുപിടിക്കുക. ആ വെയിറ്റിൽ നിന്ന് നമുക്ക് എന്ത് കണക്കൂട്ടാം? ഈ നമുക്ക് തന്ന സൊല്യൂഷനിൽ എത്രമാത്രം ബേരിയം ഉണ്ടായിരുന്നു എന്ന് കണക്കൂട്ടാൻ പറ്റും. അതാണ് നമ്മൾ ഏകദേശം മനസ്സിലാണെങ്കിൽ ഗ്രാവിമെട്രിയുടെ പ്രിൻസിപ്പിൾ. നമ്മൾ ലാബിലൊക്കെ ചെയ്യാൻ പോകേണ്ടതാണ്, ഉടനെ ചെയ്യേണ്ടതാണ്, സമയം കിട്ടുമ്പോൾ ചെയ്യും. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ഗ്രാവിമെട്രി. അപ്പോൾ ഒറ്റ സെന്റൻസ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഗ്രാവിമെട്രി എന്താ ചെയ്യുന്നത്? ദ അനലൈറ്റ്, അനലൈറ്റ്. നമ്മൾ ഈ പറഞ്ഞ എക്സ്പെരിമെന്റിൽ അനലൈറ്റ് ആരാണ്? ബേരിയം. അനലൈറ്റ് ഈസ് precipitated by the addition of a suitable reagent. The reagent ഉപയോഗിച്ചിട്ട് precipitate ചെയ്ത്, and that precipitate is collected by filtration, washed free of impurities, dried thoroughly and weighed. And weight കണ്ടുപിടിക്കുക. And from the weight of the precipitate obtained, we can calculate the quantity of the analyte, here barium, in the solution. That is the principle of a gravimetry. ഗ്രാവിമെട്രിയിലുള്ള പ്രധാനപ്പെട്ട മെത്തേഡായ മറ്റു ചില മെത്തേഡുകളൊക്കെ നമ്മൾ തൽക്കാലം പഠിക്കുന്നേയില്ല. പ്രസിപ്പിറ്റേഷൻ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ഏത് സബ്സ്റ്റൻസ് ആയാലും നമ്മൾ യു ഹാവ് ടു ഡിസൈഡ് ഇൻ വിച്ച് ഫോം ഇറ്റ് ഈസ് ടു ബി പ്രസിപ്പിറ്റേറ്റഡ്. മനസ്സിലായില്ലേ? ആൻഡ് ഇൻ സം കേസസ് അറ്റ്ലീസ്റ്റ് ഇവിടെ ഇപ്പോൾ നമ്മൾ ബേരിയത്തിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർത്തപ്പോൾ ബേരിയം സൾഫേറ്റ് ആയി. അതിന് നല്ല കഴുകി ഉണക്കി അതിന്റെ വെയിറ്റ് കണ്ടുപിടിച്ച് ബേരിയം സൾഫേറ്റ് കിട്ടി. അതിൽ ബേരിയത്തിന്റെ വെയിറ്റ് കണക്കൂട്ടി. ഇനി വേറെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പറയുന്നത് ക്ലിയർ ആവുന്നില്ലെന്ന് എൻ്റെ വിശ്വാസം. Given a solution containing ferric ions, ferric chloride or
ferric nitrate ഉള്ള solution എടുത്ത് തന്ന നേരത്തെ. And again, if you want to estimate the quantity of Fe3 present in the solution by gravimetric analysis, first what you have to do, we have to precipitate this ferric ion as a suitable insoluble substance. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ reagent ammonium hydroxide ആണ്, NH4OH. Then once you add ammonium hydroxide into ferric salt solution, it is precipitated as the insoluble ferric hydroxide. Okay, അപ്പോൾ നമ്മൾ നേരത്തെ ബേരിയത്തിനെ, അതായത് ലയിച്ചു കിടന്ന സൊല്യൂഷനിലെ ബേരിയത്തിനെ സോളിഡ് ആക്കി precipitate ആക്കി മാറ്റി എങ്ങനെയാണ്? By the addition of the dilute sulfuric acid. Okay, here we have to precipitate the ferric ions in solution. For example, and we add a ammonium hydroxide so that it is precipitated as a ferric hydroxide. Again, a substance of very low solubility, so that almost the whole of the ferric ions are precipitated as a ferric hydroxide. Then next step is you filter it, wash it free of impurities and heat it to dryness. You can see that once you heat it, it is converted into നന്നായി ചൂടാക്കി എന്തായി പോയത്? അത് Fe2i, Fe2O3 ആണ്. നേരത്തെ ബേരിയം സൾഫേറ്റ് തെർമലി വളരെ സ്റ്റേബിൾ ആണ്. അത് ചൂടാക്കിയാലും എന്താണ്, എന്തിനാ ചൂടാക്കുന്നത് നമ്മൾ? ഇൻ ഓർഡർ ടു ഡ്രൈ ഇറ്റ്. നമ്മൾ പറയും precipitate കളക്ട് ചെയ്ത് ഫിൽട്രേഷൻ കൂടി കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കണം. ഈ വാഷ് ചെയ്തിട്ട് ഉണ്ടാകുന്ന വാട്ടർ കളിയാണ് ഡ്രൈ ചെയ്യുന്നത്. ആ ഡ്രൈക്ക് ചൂടാക്കിയിട്ടാണ് ചെയ്യുക. ചൂടാക്കുമ്പോഴേ വേറെ സൾഫേറ്റ് പോലെ നിൽക്കും. നേരത്തെ ഫസ്റ്റ് കേസിൽ, ഈ കേസിൽ എന്താ മതി? ഫെറിക് ഓക്സൈഡായി മാറും. മനസ്സിലായില്ലേ? അപ്പോഴേ ഫൈനലായിട്ട് ഫെറിക് ഓക്സൈഡ് ആയിട്ടാണ് അതിന്റെ വെയിറ്റ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന രൂപത്തിൽ വെയിറ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് കാണുന്ന ഫൈനൽ വെയിറ്റ് വേറെ രൂപത്തിലാണ്. ഇവിടെ രണ്ടും ഒരു രൂപത്തിലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു അനലൈറ്റ് നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യിക്കുന്നു. അവസാനം അതിന് ചൂടാക്കിയിട്ട് ഡ്രൈ ആക്കുമ്പോൾ ചിലപ്പോൾ അതേ രൂപത്തിൽ നിൽക്കും. ചില കേസിൽ അത് വേറെ രൂപത്തിലേക്ക് മാറിപ്പോകും. ആദ്യം പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒരു രൂപത്തിൽ അവസാനം ചെയ്യുന്ന വെയിറ്റ് കണ്ടുപിടിക്കണം. ഒരു ബാലൻസ് വെയിറ്റ് എത്ര വെയിറ്റ് കിട്ടി നോക്കണം. മനസ്സിലായില്ലേ? അതിന്റെ പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഇപ്പൊ തിയറി മാത്രം മനസ്സിലാക്കുക. ആ പ്രോസസ്സിലെ സം ഓഫ് ദി അനലൈറ്റ്സ് ആർ precipitated and weighed in the same form. ഒരേ ഫോമിലാണ്. വേറെ സൾഫേറ്റ് ആയിട്ട് precipitate ചെയ്യും, വേറെ സൾഫേറ്റ് ആയിട്ട് അതിന്റെ വെയിറ്റ് കാണും. ഇവിടെ നമ്മൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് precipitate ചെയ്യും, ഫെറിക് ഓക്സൈഡ് ആയിട്ടാണ് അതിന്റെ വെയിറ്റ് കാണുന്നത്. മനസ്സിലായില്ലേ? ഈ രൂപത്തിൽ തന്നെ അതിനെ ട്രൈ ചെയ്ത് വെയിറ്റ് കണ്ടാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി വെയിറ്റ് കണ്ടിട്ട് എങ്ങനെ നമ്മളിങ്ങനെ കണക്കൂട്ടി എടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രം ദി വെയിറ്റ് ഓഫ് ദി precipitate obtained the mass of a analyte can be calculated എന്ന് പറയും അല്ലേ? from the mass of the precipitation എന്നൊരു പറയാം. നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? സൊല്യൂഷന്റെ കുറച്ച് സൊല്യൂഷൻ ഡൈലീസ് ബേരിയം ക്ലോറൈഡ് ബേരിയം അയോൺസ്. ബേരിയം ക്ലോറൈഡ് ആയാലും ബേരിയം നൈട്രേറ്റ് ആയാലും കുഴപ്പമില്ല, സോലബിൾ ആയ ഒരു ബേരിയം സോൾട്ട്. ഇതിലുള്ള ബേരിയത്തിന്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ. അപ്പൊ നമ്മൾ അനലൈറ്റ് ആരാണ്? ബേരിയം അയോൺസ് ആണ്. ബേരിയം എഴുതിയാൽ കുഴപ്പമില്ല. ബേരിയം അയോൺസ് ആണ്, ബേരിയം മാസിന്റെ വ്യത്യാസം. ഇതിൽ എത്ര ബേരിയം ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പം എന്താണുള്ളത്? പച്ചവെള്ളം പോലെയുള്ള ക്ലിയർ ആയ ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷൻ എത്ര ഈ ബീക്കറിലുണ്ട്? അതിൽ എത്ര ബേരിയം ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ അതിലേക്ക് വേറെ റിയേജന്റ് ആഡ് ചെയ്യാം. അതിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് റിയേജന്റ് ഷുഡ് precipitate the whole of barium as an insoluble substance. Okay, അതിനെ പറ്റിയ റിയേജന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്തായതുകൊണ്ട്? സൾഫേറ്റ് ആയതുകൊണ്ട്. സൾഫേറ്റ് ആയതുകൊണ്ട് ബേരിയം ആണ് കൂടി ചേരുമ്പോൾ barium sulfate out, that will get precipitated. So we get a barium sulfate as the precipitate. ഈ barium sulfate ഇതുപോലെ സോൾട്ടുള്ള പ്രത്യേകത, ഇതൊരു വെൽ ഡിഫൈൻഡ് സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട് ആണ്. ആ വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവാം. ഇത് കോമ്പൗണ്ട് ആണ്. സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ ഒരു സാമ്പിൾ വേറെ സുഖം എടുത്തു കഴിഞ്ഞാൽ അത് ഇത്ര ബേരിയം ഉണ്ട്, ഇത്ര സൾഫർ, ഇത്ര ഓക്സിജൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇത് സപ്പോസ് ടു ടേക്ക് ദി കേസ് ഓഫ് വാട്ടർ. സിമ്പിൾ എക്സാമ്പിൾ വേറെ ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ് വാട്ടറിൽ. വാട്ടറിൽ എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട്?
നമ്മളിങ്ങനെ കണക്കൂട്ടുന്നത് നമുക്കറിയാം molecular mass of water is 18 and that 18 is constituted by 2 grams of hydrogen and 16 grams of oxygen. 2 means twice the atomic mass of hydrogen. This is once the atomic mass of oxygen. So we can definitely say that water being a stoichiometric compound, 18 grams of water if taken, 18 gram എടുത്താല് that will have 16 grams of oxygen and 2 grams of hydrogen, no doubt. ക്ലിയർ? നമ്മള് 18 പകരം 36 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാലോ എന്തുണ്ടാവും? അതില് 16 പകരം 32 ഗ്രാം ഓക്സിജൻ ഉണ്ടാവും, 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാവും. ശരി, നമ്മൾ 150 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാലോ അതില് 160 ഗ്രാം ഓക്സിജൻ ഉണ്ട്, സോറി ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, 20 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതായത് തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? 16:2 എന്ന് കൃത്യമായി. വേറൊരു ഭാഷയിൽ പറഞ്ഞാല് 100 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാല് അതില് 100 × 16/18, അത് എത്രയാണോ കണക്കൂട്ടിയാൽ അത്രയും എന്തുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. 100 × 2/18 അത്രയും ഗ്രാം എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. ഇത് ഓക്സിജൻ, ഇത് ഹൈഡ്രജൻ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത്ര ശതമാനം ഹൈഡ്രജൻ, ഇത്ര ശതമാനം ഓക്സിജൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതില് ഇഫ് ദ കോമ്പൗണ്ട് ഈസ് എ സ്റ്റോയിച്ചിയോമെട്രിക് കോമ്പൗണ്ട്. പറഞ്ഞ് മനസ്സിലാണ്ട? അതിന് കൃത്യമായ ഒരു സ്റ്റോയിച്ചിയോമെട്രി ഉണ്ടെന്ന് പറയാം. അതായത് അതിലുള്ള എലമെന്റ്സിന്റെ പ്രൊപ്പോർഷൻ വളരെ ഫിക്സഡ് ആയിരിക്കും. ദാറ്റ് ക്യാൻ ബി അസർട്ടൈൻഡ് ഓർ ദാറ്റ് ക്യാൻ ബി derived from the actual molecular formula. Molecular formula അറിയാമെങ്കിൽ ബേരിയം സൾഫേറ്റിൽ ഇത്ര ബേരിയം ഉണ്ട്, ഇത്ര സൾഫർ ഉണ്ട്, ഇത്ര ഓക്സിജൻ എന്ന് പറയാൻ പറ്റും. മനസ്സിലായില്ല? വേറെ മനസ്സിലാകുന്നില്ല? അപ്പൊ അമോണിയ മോളിക്യൂൾ എടുക്കും. അമോണിയ മോളിക്യൂൾ NH3, നൈട്രജന്റെ 14, ഹൈഡ്രജന്റെ 3, 14 3 17. ഓരോ 17 ഗ്രാം അമോണിയയിലും 3 ഗ്രാം ഹൈഡ്രജനും 14 ഗ്രാം നൈട്രജനും ഉണ്ട്. That's a stoichiometry that compound. That is fixed. That is definite. അത് 14 3 എന്നുള്ളതിന് പകരം അത് 13.8 3.2 എന്നൊരിക്കലും ആവില്ല. ദാറ്റ് ഈസ് റോങ്. അല്ലെങ്കിൽ 14 പകരം 14.1 എന്നും 3 പകരം 2.9 എന്നും ആവില്ല. എന്തേ ആവൂ? അത് 14 3 തന്നെയായിരിക്കും. ഇവിടെ അമോണിയ നമ്മൾ എവിടെ നിന്ന് എടുത്താലും അത് ലോകത്തോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെ നിന്ന് എടുത്താലും അമോണിയുടെ പോകുന്നത് അമോണിയന്റെ പ്രപ്പോർഷൻ എന്തായിരിക്കും? 40:3 എന്നായിരിക്കും. നോ ഡൗട്ട്. മനസ്സിലായില്ലേ? അതിനൊരു ഡെഫിനിറ്റ് സ്റ്റോയിച്ചിയോമെട്രി ഉണ്ടെന്ന് പറയും. അത് എല്ലാത്തിനും ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫെറിക് ഹൈഡ്രോക്സൈഡ് അതില്ല. അത് അത്ര വെൽ ഡിഫൈൻഡ് കോമ്പൗണ്ട് അല്ല. അത് അങ്ങനെ ഉണക്കിയിട്ട് ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്നുള്ള രൂപത്തിലാക്കി എടുക്കാൻ ഇത് എന്തില്ല, ഇങ്ങനത്തെ ചില കോമ്പൗണ്ട്സിന് എന്തില്ല, ഒരു പർട്ടിക്കുലർ സ്റ്റോയിച്ചിയോമെട്രി ഇല്ല. അങ്ങനത്തെ കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ കോമ്പൗണ്ട് വേറെ വല്ല മാറ്റം വരുത്തിയിട്ട് ഒരു സ്റ്റോയിച്ചിയോമെട്രിക് ആയ കോമ്പൗണ്ട് ആക്കി മാറ്റണം. Fe2O3 എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോയിച്ചിയോമെട്രിക് കോമ്പൗണ്ട്. Fe2O3 നമുക്കറിയാം ഓരോ 2 അയണിനും 3 ഓക്സിജൻ ഉണ്ടായിരിക്കും. അയണിന്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് നിങ്ങൾക്ക് നമ്മൾക്ക് നേരത്തെ വോളിയോമെട്രിക് അനാലിസിസ് 55.85 എന്നാണ്. 55.85 × 2 എത്രയാണോ അത്രയും അയൺ ഉണ്ടാവുമ്പോൾ 16 3 48 ഓക്സിജൻ ഉണ്ടായിരിക്കും ഗ്രാമിൽ. ഒരു അയണാറ്റത്തിന് 2 അയണാറ്റത്തിന് 3 ഓക്സിജൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 2 × 55.85 ഗ്രാം അയണിന് 3 × 16 ഗ്രാം ഓക്സിജൻ ഉണ്ടായിരിക്കും. പറയുന്നത് ക്ലിയർ ആണല്ലോ? അത് സ്റ്റോയിച്ചിയോമെട്രിക് ആണ്. അങ്ങനെ ഇതിൽ പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുല അല്ല. അത് നോട്ട് എ സ്റ്റോയിച്ചിയോമെട്രിക് കോമ്പൗണ്ട്. ആരെ? ഫെറിക് ഹൈഡ്രോക്സൈഡ്. അപ്പൊ നമുക്ക് സ്റ്റോയിച്ചിയോമെട്രി അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇത്ര ബേരിയം സൾഫേറ്റ് ഉണ്ടെങ്കിൽ ഇത്ര ബേരിയം ഉണ്ട് നമുക്ക് കണക്കൂട്ടണമെങ്കിൽ എന്ത് വേണം? ആ കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ആ പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത കോമ്പൗണ്ടിന്റെ നമ്മൾ അവസാനം വെയിറ്റ് എടുത്ത കോമ്പൗണ്ടിന്റെ കൃത്യം സ്റ്റോയിച്ചിയോമെട്രി അറിഞ്ഞിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? അതിൽ ഇത്ര ശതമാനം ബേരിയം സൾഫേറ്റ് കിട്ടിയാൽ നമുക്കറിയാം. ബേരിയം സൾഫേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇത്ര ബേരിയം ഉണ്ട് നമുക്ക് കണക്കൂട്ടാം. പക്ഷെ ഫെറിക് ഹൈഡ്രോക്സൈഡ് അതിൽ എത്ര അയൺ നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പറ്റാത്ത കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വേറെ പ്രിസിപ്പിറ്റേറ്റ് ഒക്കെ ആക്കി മാറ്റി, പക്ഷെ വേറെ രൂപത്തിൽ ഹീറ്റ് ചെയ്തിട്ടങ്ങനെ ഒരു സ്റ്റോയിച്ചിയോമെട്രിക് കോമ്പൗണ്ട് ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിന്റെ വെയിറ്റിൽ നിന്ന് കൃത്യമായ കണക്കൂട്ടലുകൾ നടത്താൻ പറ്റുകയുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ചില കേസിൽ അനലൈറ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രിസിപ്പിറ്റേറ്റ് ആക്കി അതേ രൂപത്തിൽ അതിന്റെ വെയിറ്റ് എടുക്കാൻ പറ്റും. ചില കേസിൽ അത് വേറെ രൂപത്തിലാണ് വെയിറ്റ് എടുക്കുക. ചിലപ്പോൾ ചൂടാക്കുമ്പോൾ മാറ്റം വരുന്നതിനും അതേലും സംഭവിക്കും. ഇപ്പൊ ഇതിലിപ്പോ രണ്ടും ചൂടാക്കിയാൽ ഇവിടെ നിൽക്കൂടി ഇതായി പോകും. മറ്റേ ചൂടാക്കിയില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇതിന്റെ ഫോർമുലയിൽ നമുക്ക് സ്റ്റോയിച്ചിയോമെട്രിക്ക് വെച്ചിട്ട് കണക്കൂട്ടാൻ പറ്റുകയുമില്ല. ക്ലിയർ ആയോ? സോ സം ഓഫ് ദി അനലൈറ്റ് മേ ബി
പ്രസിപ്പിറ്റേറ്റ് ആൻഡ് വെയ്റ്റ്. പ്രസിപ്പിറ്റേറ്റ് ആക്കുന്നത് വെയിറ്റ് എടുക്കുന്നത് ഒരേ രൂപത്തിലായിരിക്കും ബേരിയം സൾഫേറ്റിന്റെ കേസിൽ. അതാണ് ഈ കേസിലെ അതല്ല. ഇറ്റ് ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ആസ് സംതിങ് ആൻഡ് വെയ്ഡ് ആസ് അനദർ കോമ്പൗണ്ട് whose stoichiometry is exactly known. പറഞ്ഞ മനസ്സിലായോ? കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ ക്ലിയർ ആയിക്കോളും. മാത്രമല്ല ചെയ്യുന്നില്ല വളരെ ക്ലിയർ ആവും. ഇപ്പൊ ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ. ഓക്കെ, നമ്മൾ കോമൺ ആയി ചെയ്യുന്ന കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഗ്രാവിമെട്രിയിൽ ഇപ്പൊ ലാബിൽ പോയി ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോ പറഞ്ഞ ബേരിയം തന്നെയാണ് ആദ്യം ചെയ്യുന്ന എക്സ്പീരിയൻസ്. Barium. Estimate the mass of barium gravimetrically in the whole of the given solution. Barium is a precipitated as നമ്മൾ പറഞ്ഞു barium sulfate. അവസാനം വെയിറ്റ് എടുക്കുന്നതോ അതും barium sulfate ആയിട്ട് തന്നെയാണ്. അവസാനം വെയിറ്റ് എടുക്കുന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പ്രസിപ്പിറ്റേറ്റ് ആക്കി, പ്രസിപ്പിറ്റേറ്റിന്റെ ചില സംവിധാനങ്ങൾ ക്രൂസിബിളൊക്കെ ഉപയോഗിച്ച് അതിനെ ഫിൽറ്റർ ചെയ്തെടുത്ത് ചൂടാക്കി ഡ്രൈ ആക്കി അവസാനം വെയിറ്റ് അതിന് ചെയ്യുമ്പോൾ യാതൊരു മാറ്റവും വരില്ല. ബേരിയം സൾഫേറ്റ് ആണ്. മാത്രമല്ല അതൊരു സ്റ്റോയിച്ചോമെട്രി കോമ്പൗണ്ട് ആണ്. വേറെ നമ്മൾ ചെയ്യുന്നത് സൾഫേറ്റ് അയോണാണ്. ഒരു സൊല്യൂഷനിൽ കുറെ സൾഫേറ്റ് ഉണ്ട്, അതിന്റെ എത്ര ഗ്രാമാണെന്ന് കണ്ടുപിടിക്കുക. അത് നമ്മൾ എന്തായിട്ടാണ് ഇതേപോലെ തന്നെയാണ് ആ ബേരിയം സൾഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുക, എന്നിട്ട് ബേരിയം സൾഫേറ്റ് ആയിട്ട് വെയിറ്റ് കാണും. ഇവിടെ നമ്മൾ ബേരിയം സൊല്യൂഷനിലേക്ക് സൾഫേറ്റ് ഒഴിക്കേണ്ടി വരും. ഇവിടെ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ബേരിയം ഒഴിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഇത് ഫിക്സഡ് ആണ്, മറ്റേ നമ്മൾ കൂടുതൽ ഒഴിക്കുന്നത്. അത് മനസ്സിലാണ്ട. നമുക്ക് തന്നിരിക്കുന്ന ബീക്കറിലുള്ള സൊല്യൂഷനിൽ ബേരിയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക, H2SO4. ഇതിൽ സൾഫേറ്റ്, സോഡിയം സൾഫേറ്റോ പൊട്ടാസ്യം സൾഫേറ്റോ സൾഫ്യൂരിക് ആസിഡ് തന്നെ ഉണ്ട്. ഇഫ് യു ആർ ആസ്ക്ഡ് ടു എസ്റ്റിമേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സൾഫേറ്റ് ഇൻ ദ സൊല്യൂഷൻ, യു വിൽ സേ ആഡ് എ സൊല്യൂഷൻ ഓഫ് ബേരിയം ക്ലോറൈഡ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിലായാലും ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. അത് നമുക്ക് പറഞ്ഞ പോലെ ഫിൽട്ടർ ചെയ്തെടുത്ത് കഴുകി ഉണക്കി അതിന്റെ വെയിറ്റ് കാണാൻ പറ്റും. വേറെ അയണാണ്. അയണേ നമ്മൾ പറഞ്ഞു തന്നെ നമുക്ക് ഇതൊക്കെ ലാബിൽ ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ആണ്. ദാറ്റ് ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ആസ് എ ഫെറിക് ഹൈഡ്രോക്സൈഡ് ബട്ട് വെയ്ഡ് ആസ് എ ഫെറിക് ഓക്സൈഡ്. ഇത് അവസാനം നമ്മൾ ഉണക്കാൻ വേണ്ടി ഹീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ മാറും? Fe2O3 മാറും. ഓക്കെ, വേറെ നമുക്ക് ചെയ്യാനുള്ളത് കാൽഷ്യമാണ്. കാൽഷ്യം ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ആസ് എ കാൽഷ്യം ഓക്സലേറ്റ്, CaC2O4. കാൽഷ്യം C2O4 പറഞ്ഞാൽ C2O4 H2C2O4 ഓക്സാലിക് ആസിഡ്, CaC2O4 കാൽഷ്യം ഓക്സലേറ്റ്. ആൻഡ് ഇറ്റ് ഈസ് വെയ്ഡ് ആസ് ഐദർ ആസ് കാൽഷ്യം കാർബണേറ്റ്, ഇത് ചൂടാക്കിയാൽ കാൽഷ്യം കാർബണേറ്റ് ആവും, ഓർ ആസ് എ കാൽഷ്യം ഓക്സൈഡ്. നല്ലോണം ചൂടാക്കിയാണെങ്കിൽ പിന്നെ ചൂടാക്കിയാൽ അത് കാൽഷ്യം ഓക്സൈഡ് ആയി. ഇതിൽ കാർബൺ മോണോക്സൈഡ് പോയി കഴിഞ്ഞാൽ കാർബണേറ്റ്, ഇതിൽ കാർബൺ ഡയോക്സൈഡ് പോയി കഴിഞ്ഞാൽ ഇത് അത് നമ്മൾ അറിയിക്കേണ്ട. ക്യാൻ ബി പ്രസിപ്പിറ്റേറ്റഡ് ആസ് കാൽഷ്യം ഓക്സലേറ്റ് ആൻഡ് വെയ്ഡ് ആസ് കാൽഷ്യം കാർബണേറ്റ് ഓർ കാൽഷ്യം ഓക്സൈഡ്. സിൽവർ ആണ്. ഇതൊക്കെ നമുക്ക് സിൽവർ ആണെങ്കിൽ Ag+, that is precipitated as a AgCl and weighed as a AgCl itself. Magnesium is precipitated as a magnesium ammonium phosphate and weighed as a Mg2P2 magnesium pyrophosphate എന്ന് പറയും. അപ്പൊ ചില സാധനങ്ങൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന രൂപ വെയിറ്റ് എടുക്കുന്ന അവസാനത്തെ രൂപ ഒന്നേനായിരിക്കും. ചിലതിന്റെ കേസിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് മനസ്സിലാവും. എനിവേ എല്ലാത്തിനും നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സൊല്യൂഷനിലുള്ള അനലൈറ്റിനെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആക്കി ഹീറ്റ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഒരു സ്റ്റോയിച്ചോമെട്രിക് കോമ്പൗണ്ട് ആക്കി ആ കോമ്പൗണ്ടിന്റെ വെയിറ്റ് കണ്ടുപിടിച്ച് ആ വെയിറ്റിൽ നിന്ന് നമ്മൾ അനലൈറ്റിന്റെ മാസ്സെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയും ഇത്ര ഗ്രാം ബേരിയം സൾഫേറ്റ്, അതിന്റെ അർത്ഥം അതിന് ഇത്രയും ബേരിയമാണ്. കാരണം എന്താണ്? അതിലുള്ള ബേരിയം സൾഫേറ്റ് ബേരിയം കംപ്ലീറ്റ് ബേരിയം സൾഫേറ്റ് ആയിട്ടുണ്ട്, അത് ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഇതിലുള്ള ഫെറിക് കംപ്ലീറ്റ് ഫെറിക് ഓക്സൈഡ് ആയിട്ടുണ്ട്, ഇതിലുള്ള സിൽവർ കംപ്ലീറ്റ് സിൽവർ ക്ലോറൈഡ് ആയിട്ടുണ്ട്. ഇത്രയും സിൽവർ ക്ലോറൈഡ് കിട്ടിയെങ്കിൽ അത്രയും ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ശരിക്കും പറയാം. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എന്റെ തിയറിയിലേക്കുമല്ല, എത്ര H2 ഉണ്ട്, അത് കംപ്ലീറ്റ് H2 ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ 18 ഗ്രാം കിട്ടിയിട്ട് ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ 18 ഗ്രാം വാട്ടർ കിട്ടിയ അർത്ഥം നമ്മൾ 2 ഹൈഡ്രജൻ ഉണ്ടായിരുന്നില്ല. 2 ഗ്രാം ഹൈഡ്രജൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്താവുക 18 ഗ്രാം വാട്ടർ ആയി മാറുന്നത്. അത് നമുക്കറിയാം ഫ്രം ദി സ്റ്റോയിച്ചോമെട്രി ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. മനസ്സിലായില്ലേ? 17 ഗ്രാം അമോണിയ നമുക്ക് അവസാനം കിട്ടിയതിന്റെ അർത്ഥം എന്താണ്? അതിൽ 14 ഗ്രാം നൈട്രജൻ ഉണ്ടായിരുന്നു. 14 ഗ്രാം നൈട്രജൻ മാത്രമേ എന്താവൂ
17 ഗ്രാം അമോണിയ മാറുള്ളൂ. 14 ഗ്രാം കുറവ് നൈട്രജൻ ആണെങ്കിൽ 17 ഗ്രാമിന് കുറവ് അമോണിയ കിട്ടും. 14 ഗ്രാം കൂടുതൽ നൈട്രജൻ ആണെങ്കിൽ 17 ഗ്രാം കൂടുതൽ അമോണിയ നമുക്ക് കിട്ടും. അപ്പൊ 17 ഗ്രാം കൃത്യമായി കിട്ടിയ അർത്ഥം എന്താണ്? 17 34 എന്നർത്ഥം ഇത് ഡബിൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? So from the quantity of the precipitate or the precipitate example obtained, we can calculate the quantity of the analyte in that. ഇതിൽ ഇത് 2 ഇത് 2 ഇത് 18 ഉണ്ടെങ്കിൽ ഇത് 2 ഉണ്ട്. ഓക്സിജൻ ആണെങ്കിൽ 18 ഉണ്ടെങ്കിൽ 16 ഓക്സിജൻ ഉണ്ട്. മനസ്സിലായില്ലേ? That's the principle of the gravimetric principle. The analyte is converted into a solid compound, washed, dried and weighed in the form of a stoichiometric compound, and from the mass of that compound obtained, we can calculate the mass of the analyte in that solution. അതാണ് gravimetric principle. Okay, നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമാവും. നമ്മൾ സാധാരണ ഒരു gravimetric നമ്മൾ ലാബ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സെക്കൻഡ് ഇയർ നിങ്ങൾ വോളിയോമെട്രിക് എക്സ്പെരിമെന്റ് വളരെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതിലെന്താ ചെയ്തിരിക്കുന്നത്? എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ് അയൺ ഇൻ ദി ഹോൾ ഓഫ് അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് ഇൻ ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. പെർമാനോമെട്രി വെച്ച് ഓക്സാലിക് ആസിഡിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിക്കും ഒരു സൊല്യൂഷൻ ഒരു കുഞ്ഞു ബോട്ടിൽ തരും അല്ലേ? ആ സൊല്യൂഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്യും. ഓർമ്മ ചെയ്തത്? ഓക്കെ, അതിൽ നിന്ന് 20 ml ഒരു ബീക്കറിലേക്കോ അല്ലെങ്കിൽ ഫ്ലാസ്കിലേക്കോ പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം അതിനെന്തോ ചെയ്ത് അതിൽ നിന്ന് അതിന്റെ മാസ് കണ്ടുപിടിച്ച് ആ 20 ml ഇത്ര ഉണ്ടെങ്കിൽ 100 ml അത്രയാണ് നമ്മൾ 100 ml അകത്തുള്ളത് കണക്കൂട്ടി കണ്ടുപിടിക്കുന്നു. അതേപോലെ ഇവിടെ യാതൊരു വ്യത്യാസമില്ല. യു വിൽ ഗിവൺ എ സൊല്യൂഷൻ ഇൻ എ സ്മോൾ ബോട്ടിൽ കണ്ടെയ്നിങ് സേ ബേരിയം അയോൺസ് and you will be asked to estimate the quantity of barium in the whole of the given solution. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൊത്തം സൊല്യൂഷൻ എത്ര ബേരിയം ഉണ്ട് എന്ന് കണക്കൂട്ടാനല്ല എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയും. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് റിസൾട്ടിൽ നിന്ന് കണക്കൂട്ടിയിട്ടാണ് വാല്യൂ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്ന സൊല്യൂഷൻ ആദ്യം ഒരു ഡെഫിനറ്റ് വോളിയത്തിലേക്ക് മേക്കപ്പ് ചെയ്യാം. 100 ml മേക്കപ്പ് ചെയ്തു. അതിൽ നിന്ന് 20 ml നമ്മൾ പിപ്പറ്റ് ചെയ്തു. എവിടത്തേക്ക്? ഒരു ബീക്കറിലേക്കോ അല്ല പാത്രങ്ങളോട് പറഞ്ഞു. അതിനുശേഷം അതിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് അപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ആ പ്രസിപ്പിറ്റേറ്റിനെ ഫിൽട്ടർ ചെയ്തായിരിക്കും. ഫിൽട്രേഷൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വോളിയോമെട്രിക്കലി കാൽസ്യത്തിന്റെ കേസിൽ ഒരു ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. പരീക്ഷ കുറേ ചെയ്തിട്ടുണ്ടാവും. പരീക്ഷ തന്നില്ല, സോറി, പരീക്ഷ വരുമ്പോൾ വരും കാൽസ്യം എസ്റ്റിമേഷൻ. അതിൽ ഫിൽട്ടർ പേപ്പർ ഫണലിൽ മടക്കി വെച്ച് നിങ്ങൾ വെച്ച് താഴെ കളക്ട് ചെയ്ത് പുറമേ ഉണ്ടാവണം. അതാണ് ഫിൽട്രേഷൻ. ഫിൽട്ടർ ചെയ്ത് അപ്പോൾ ഫിൽട്ടർ പേപ്പറിൽ കുറച്ച് വെളുത്ത പൊടികൾ കാണും, പ്രസിപ്പിറ്റേറ്റ് ആണ്. ആ ഫിൽട്ടർ പേപ്പർ എടുത്തിട്ട് നല്ലോണം വെച്ച് ഒരു ക്രൂസിബിൾ ഇട്ടിട്ട് നല്ല കത്തിച്ച് കരിച്ച് നാശാക്കി അവസാനം ആ വൈറ്റ് പൗഡർ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുക. അത്രയും ബേരിയം സൾഫേറ്റ് കിട്ടി. അപ്പോൾ അത്രയും ബേരിയം സൾഫേറ്റ് കിട്ടണമെങ്കിൽ എത്ര ബേരിയം വേണം? അത്രയും ബേരിയം എവിടെയുണ്ട്? നമുക്കത് സൊല്യൂഷനെ 100 ml ആക്കി അതിൽ 20 എടുത്തപ്പോൾ ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് 5 ഇരട്ടി മൊത്തത്തിലാണ്. ആ 20 ലിറ്ററുണ്ടെങ്കിൽ 100 ലിറ്ററുണ്ടെങ്കിൽ എന്താ 5 times ദാറ്റ് തീർന്നു. അത്രയാണ് കാൽക്കുലേഷൻ. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. അപ്പോൾ അതിനാകെ ചെയ്യേണ്ട ഒരു ഗ്രാവിമെട്രിയിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ആദ്യം precipitation. അതിന് മുമ്പ് മേക്കുമ്പോൾ ഒക്കെ സാധാരണത്തിലുള്ളത് precipitation. Second stage is filtration. Third stage is washing. Fourth stage is drying or incineration. രണ്ടും ഇൻസിനറേഷൻ എന്നാൽ കത്തിക്കുക എന്നാണ്, കരിച്ച് കളയാം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ precipitate മാത്രം അവിടെ ഉണ്ടാവും, ബാക്കി ലാഭിയായി പോകും. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഈസ് വെയിങ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ ഒരു എക്സ്പെരിമെന്റ് ഗ്രാവിമെട്രിക് എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. അതിനോടനുബന്ധിച്ച് 3-4 ടെക്നിക്കൽ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ തൽക്കാലം ഇപ്പം പോയിന്റുകളുള്ളൂ അതിൽ മനസ്സിലാക്കാനുള്ളത്. ദാറ്റ് യു വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.